ഹലോ എവരിവൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ടോസ് അക്കാഡമി ഇന്ന് CSIR നെറ്റ് മാത്തമാറ്റിക്കൽ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോയുമായാണ് എത്തിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വീഡിയോ. നമുക്ക് മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ നെറ്റിന് സഹായിക്കുന്ന കുറച്ചധികം പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഈ സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോഴും അതിനകത്ത് ഇൻക്ലൂഡിംഗ് ആകുന്ന തിയറി പോർഷൻസ്, തിയറംസ്, പ്രോബ്ലംസ് അതെല്ലാം നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഫോർമുലകൾ അതുപോലെ തന്നെ ഒത്തിരി ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ രേഷ്മ MR. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 3 പേപ്പറുകൾ റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, അതുപോലെ തന്നെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നിവയാണ്. റിയൽ അനാലിസിസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ ആറിൽ റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഒരു സർട്ടൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. f(x + y) = f(x × f(y) എന്നുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ പല പ്രോപ്പർട്ടീസും ഉണ്ട് ഒരു ഫംഗ്ഷന്. അതനുസരിച്ചിട്ട് നമുക്ക് ഫംഗ്ഷനെ ക്ലാസിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തോ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇതിന്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. a(m + n) = a(m × a(n) എന്നുള്ളൊരു മോഡലിലാണ് ഈ ഫംഗ്ഷൻ തന്നേക്കുന്നതെന്ന് ഓർത്താൽ തന്നെ നമുക്കിത് ഏതാണ് ഫംഗ്ഷൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ആയിരിക്കും. അതായത് a(x) ഫോമിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് നമ്മുടെ e(x) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫംഗ്ഷൻ എഴുതി വയ്ക്കുക a(x). ഓക്കെ, ദെൻ ലിമിറ്റ് x → 0 f(x) = 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത തന്നെ അതാണ് അല്ലേ. ഇവിടെ നമുക്ക് a(x)ൽ ലിമിറ്റ് x → 0 കൊടുത്ത് എന്താ സംഭവിക്കുക? a(0) എന്ന് വരും, അതായത് 1 എന്ന് വരും. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ നെസസറിലി ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യമേ തന്നെ f(x) = a(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ കോൺസ്റ്റൻ്റ് ആണോ ബൗണ്ടഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ e(x)ൻ്റെ ഒക്കെ ഫംഗ്ഷൻ്റെ ഒക്കെ ഗ്രാഫ് അറിയാം. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ ചില ഫംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ബൗണ്ടഡ് അല്ലേ, e(x) ബൗണ്ടഡ് ആണോ? അല്ല. അപ്പം നമുക്ക് ഏതൊക്കെയോ പ്രോപ്പർട്ടീസ് അതിൽ നിന്ന് കളയാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് നോക്കാം അല്ലേ. ആദ്യമേ തന്നെ a എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണോ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ആവുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ 0 > a 1 ഗ്രാഫ് കിട്ടുന്നത്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ത് പറയാം? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കുന്ന പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കില്ല? ശരിയായിരിക്കില്ല, അത് തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഒന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് എങ്ങനെയാണ്? ഇത് കോൺസ്റ്റൻറ്റ് ഗ്രാഫ് ആണോ? അല്ല, കോൺസ്റ്റൻറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ പോകണം അല്ലേ. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് അല്ല. അതുപോലെ തന്നെ ഇത് ബൗണ്ടഡ് ആണോ? ബൗണ്ടഡ് അല്ല അല്ലേ, ഇത് ബൗണ്ടഡ് ഫംഗ്ഷൻ അല്ല. ഇത് ഇതേ മേളിലേക്ക് ഇൻഫിനിറ്റിയിലോട്ട് -ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ഫംഗ്ഷനാണ്. സോ ബൗണ്ടഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? രണ്ടാമത്തെ ഓപ്ഷനും എന്തല്ല? ശരിയല്ല. ദെൻ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇനി വേറൊരു കാര്യം കൂടി പറയാം. നമുക്കിവിടെ ഈ ഒരു ഫംഗ്ഷൻ മാത്രം എടുത്തേക്കുന്നല്ലേ. a > 1 എന്താ സംഭവിക്കുക? a = 1 a > 1 എന്തായിരിക്കും സംഭവിക്കുക? a = 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും, 1(x) ആയിരിക്കും അല്ലേ. a > 1 നമ്മുടെ e(x)ൻ്റെ ഗ്രാഫ് പോലെ ഗ്രാഫ് വരും കേട്ടോ. അപ്പോൾ അത് e(x)ൻ്റെ പോലത്തെ ഗ്രാഫ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതൊരു ഇൻക്രീസിങ് ഗ്രാഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ e(x)ൻ്റെ എടുത്തായിരുന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചേനെ? ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണെന്നുള്ളൊരു ഇത് എത്തിയേനെ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് CSIR നെറ്റിൻ്റെ എക്സാമിൻ്റെ ഓപ്ഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതിനടുത്ത് നോക്കി f(r(x) = f(x)r ആണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. f(r(x) എന്ത് വരും?
എഫ് ഓഫ് ആർ എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു ആർ എക്സ്. എ റേസ് ടു ആർ എക്സിനെ നമുക്ക് എ എക്സ് പവർ ആർ എന്ന് എഴുതാം. സോ എഫ് ഓഫ് എക്സ് എ റേസ് ടു എക്സിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ എഫ് ഓഫ് എക്സ് പവർ ആർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് തേർഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമോ? അതായിരിക്കും അല്ലേ. എ റേസ് ടു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. സോ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ്പൊണൻഷ്യൽസ് എല്ലാം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഓപ്ഷൻ 3യും 4ഉം ആയിരിക്കും ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുള്ള ഫംഗ്ഷൻ എ റേസ് ടു എക്സ് മോഡലിൽ ഇരിക്കുന്നുള്ളത് ഓർക്കുക. എ റേസ് ടു എക്സിൻ്റെ തന്നെ 2 ഗ്രാഫുകളും അത് മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. അതിൽ ഓരോ കേസിൽ ഇൻക്രീസിങ്, ഒരു കേസിൽ ഡിക്രീസിങ്, ഒരു കേസിൽ കോൺസ്റ്റൻറ്റും വരുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും റിയൽ അനാലിസിസിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇൻറ്റഗ്രേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ എന്താ ചെയ്യുക, ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ലിമിറ്റ് ഒന്ന് കൊടുത്ത് നോക്കും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലിമിറ്റ് കൊടുത്ത് നോക്കും. അപ്പോൾ ഞാൻ ഈ ലിമിറ്റിനെ ഒന്ന് ഇതുപോലെ ഒന്ന് എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇൻറ്റഗ്രേഷൻ മേളിൽ എഴുതി, ദെൻ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോമിൽ എഴുതി. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ് ടെൻസ് ടു 0 കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 0യും ഇവിടെ 0യും ആവും. അപ്പോൾ 0 to 0 ഇൻറ്റഗ്രേഷൻ അത് 0 ആവും, ഡിനോമിനേറ്ററിൽ 0 ആവും. സോ മൊത്തത്തിൽ ഇത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ളത് 0/0 ഫോമിലാവും ലിമിറ്റ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. അതിനെ നമുക്ക് വേണ്ടത് മേളിലത്തേൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ആണല്ലേ. അപ്പോൾ മേളിലത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. താഴത്തേൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 1 ആണെന്നറിയാം. അപ്പോൾ ഒരു ഇൻറ്റഗ്രേഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ആവശ്യമുണ്ട്. ഇതിൻ്റെ തന്നെ പല കേസ് ഫോർമുലകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ആവശ്യമുള്ള ഫോർമുലയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ഒരു ഒറ്റ വേരിയബിളിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, ഇൻറ്റഗ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് ബീറ്റ ഓഫ് എക്സ് കൊടുക്കുക, ജി ഓഫ് ബീറ്റ ഓഫ് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ജി ഓഫ് ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫയുടെ ഡെറിവേറ്റീവ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ് ടു എക്സ് ആണല്ലേ, കൊടുത്തു നോക്കിയേ. ഇ റേസ് ടു ഇവിടെ ടി സ്ക്വയറിന് പകരം 2x സ്ക്വയർ കൊടുക്കണം. അപ്പോൾ -4x². ദെൻ അടുത്തത് 2xൻ്റെ ഡെറിവേറ്റീവ് 2. ദെൻ ഡിനോമിനേറ്റ് ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു -x² ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അതാണ് നമ്മുടെ എൽ ഹോസ്പിറ്റലിന് വേണ്ട ഡെറിവേറ്റീവ്. ഇനി ലിമിറ്റ് കൊടുത്ത് നോക്കി, എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0യും ഇവിടെ ഇ റേസ് ടു 0 ഒക്കെ 1 ആവും. സോ 2 - 1 ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഇൻ്റഗ്രൽ ഫോമിലാണെങ്കിൽ എങ്ങനെ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടേക്ക് ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 എടുത്തോ. ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ 1/3 2/3 1/3 2/3 അതിനകത്ത് മാർക്ക് ചെയ്തു. ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ദെൻ കെ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1ൽ നിന്ന് 1/3 2/3 പോർഷൻ അങ്ങ് കളയാം. അപ്പോൾ ഇതാണ് കെ എന്ന് പറയുന്ന പോർഷൻ കേട്ടോ. ഇതങ്ങ് കളഞ്ഞു. ബാക്കി ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതിനെയാണ് നമ്മൾ കെ എന്ന് പറയുന്ന പോർഷനായിട്ട് പറയാം. ദെൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് എലമെൻറ്റ് ഓഫ് 0-1 ഇതിന് മൊത്തത്തിലാണ് കേട്ടോ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഡി ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. കെ എന്ന് പറയുന്ന സെറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻഫിമം ഓഫ് മോഡ് എക്സ് മൈനസ് വൈ എലമെൻറ്റ് ഓഫ് കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻഫിമം ഓഫ് മോഡ് എക്സ് മൈനസ് വൈ എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ കിടക്കുന്നത് ഇതാണ് നമ്മുടെ എക്സ് എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഈ കെയിലെ എല്ലാ പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ മോഡ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നർത്ഥം അല്ലേ. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുക. സോ ഈ പോയിന്റിൽ നിന്ന് ഇതാണ് കെ എന്ന് പറയുന്ന സെറ്റ് ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടുത്തെ എല്ലാ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക, മോഡ് എക്സ് മൈനസ് വൈ എടുക്കുക. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള എല്ലാ മോഡ് എക്സ് മൈനസ് വൈകളും എടുക്കുക. വൈകളെല്ലാം ഇവിടെ കിടക്കും, കെയിൽ നിന്ന് എടുക്കണം. ഓക്കെ, ദെൻ അങ്ങനെ കിട്ടുന്നതിൻ്റെ ഇൻഫിമം വാല്യൂ, അതായത്
ഏറ്റവും ചെറുത് അല്ലേ? അങ്ങനെ കിട്ടുന്നതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്തായിരിക്കും? നമുക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെ എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ ഡിസ്റ്റൻസ് എങ്ങനെ ഇരിക്കുന്നൊന്ന് മനസ്സിലാക്കാൻ നോക്കാം അല്ലേ? നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ഈ കെയിൽ തന്നെ പോയിൻ്റാണെന്ന് വിചാരിച്ചു. അതായത് എക്സ് ഇവിടെ ഉള്ളതാണെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കെയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും അല്ലേ? ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? ഇതാണ് നമ്മുടെ എക്സ് എന്നുണ്ടെങ്കിൽ ഓരോ ഡിഫറൻസ് എടുക്കണം അല്ലേ? എക്സിൽ നിന്ന് 0 ഡിസ്റ്റൻസ്, എക്സിൽ നിന്ന് 0.1, അങ്ങനെ എല്ലാം മോഡ് എക്സ് മൈനസ് വൈ എടുക്കുക, ഇങ്ങനെയൊക്കെ എടുക്കുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ് മൈനസ് എക്സ് 0യും വരും അല്ലേ? സോ മോഡുലസ് ആണ് ഏറ്റവും ചെറിയ വാല്യൂ 0 തന്നെയായിരിക്കും. സോ ഇൻഫിമോ എടുക്കുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടണേ. ഓർത്താൽ മതി, ഒരു സെറ്റുണ്ട്. ആ സെറ്റിലെ ഒരു പോയിന്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മൂവ് ചെയ്യേണ്ട അല്ലേ? ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് തന്നെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 0 വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 0. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എക്സ് എന്ന് പറയുന്നത് ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, 1/2നും 1/3ക്കും ഇടയ്ക്കാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോയിന്റ് ഇവിടെ 1/3 ആണ് അല്ലേ? സോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ ഏറ്റവും ചെറുത്? അതോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കുമോ? തൊട്ടടുത്തേക്ക് 1/3 ആണല്ലേ? അപ്പോൾ 1/3 ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഏറ്റവും ചെറുത്. അപ്പോൾ ഇവിടെയാണ് എക്സ് എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 1/3 ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ദെൻ ഇവിടെയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇപ്പുറത്തേക്ക് പോകേണ്ട, തൊട്ടടുത്ത് ഇവിടെ ഒരു 2/3 ഉണ്ട് കെയിലെ പോയിന്റ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത കെയിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2/3 മൈനസ് എക്സ് ആയിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് 0-1ലെ പോയിന്റ്സിൻ്റെ എഫ് ഓഫ് എക്സുകൾ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് ഇത് ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടത്തേക്ക് പ്രശ്നം അല്ലേ? ഇനി ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാനായിട്ട് ആദ്യമേ തന്നെ നോക്കേണ്ടത് ഇതിൻ്റെ ഈ കട്ടിങ് വന്നിരിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇവിടെ 1/3, 1/2, 2/3. ഓക്കെ, ഈ പോയിന്റ്സിലാണ് നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത്. വേറെ എല്ലായിടത്തും ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പോളിനോമിയൽ ഫോമിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 1/3, 2/3, അതുപോലെ തന്നെ 1/2 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന 1/2 കൂടി ഉണ്ട്. സോ ആ പോർഷൻസിലൊക്കെ നോക്കണം. അതിനെ നോക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ്സ് ഒന്ന് നോക്കുക. 0യുടെ ഡെറിവേറ്റീവ് 0, എക്സ് മൈനസ് 1/3യുടെ ഡെറിവേറ്റീവ് 1, ദെൻ 2/3 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 അല്ലേ? ദെൻ നോക്കി 1/3 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ 1ഉം വരുന്നുണ്ട്, കെയിൽ 0യും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 1/3യുടെ 1ഉം 0യും ആണ്, അത് രണ്ട് ഈക്വൽ ആകുന്നില്ല. സോ 1/3യിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ദെൻ 1/2 ഇവിടെ രണ്ടിടത്തോ 1/2 ഉള്ളത് അല്ലേ? സോ 1/2ൽ 1ഉം വരുന്നുണ്ട്, 1/2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 വരുന്നുണ്ട്, റൈറ്റ് സൈഡിലെ ലിമിറ്റ് ആയിട്ട് വരുന്നത് -1 ആണ്. സോ അത് രണ്ടും മാച്ച് ആകുന്നില്ല അല്ലേ? സോ അവിടെയും ഡിഫറൻഷ്യബിലിറ്റി കിട്ടില്ല. ദെൻ ഇനി 2/3 ആണ് അല്ലേ? 2/3ൽ ഇവിടെ -1 വരുന്നുണ്ട്, പിന്നെ 2/3 എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കെയിലുള്ളത് അല്ലേ? സോ കെയിലെ ഡെറിവേറ്റീവ് വരുന്നത് 0 തന്നെയാണ്. സോ -1ഉം 0യും മാച്ച് ആകുന്നില്ല. സോ അവിടെയും ഡിഫറൻഷ്യബിലിറ്റി വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സിലൊക്കെയാണ് ഡിഫറൻഷ്യബിലിറ്റി വരാത്തത്. ഇനി നമുക്കിതെങ്ങനെ ഗ്രാഫിക്കലി ഒന്ന് നോക്കാം. 0, 1, 1/3, 2/3, ഇതിൻ്റെ ഇടയ്ക്കൊരു 1/2 ഉണ്ട് കേട്ടോ. ഓക്കെ, 0 മുതലുള്ള ഡിസ്റ്റൻസുകൾ നമ്മളൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് ആക്കിക്കൊണ്ട് നോക്കി. 0 മുതൽ ഇവിടം വരെയും ഡിസ്റ്റൻസ് 0, ദെൻ ഡിസ്റ്റൻസ് 1/2 വരെ ഇങ്ങനെ കൂടും. 1/2ൽ നിന്ന് പിന്നെ ലെവൽ കുറയും, ട്രയാങ്കിൾ പോലെ വരും. ഇവിടെ ഷാർപ്പ് പോയിൻ്റാണ്, അവിടെ നിന്ന് 1 വരെ 0. ഓക്കെ, അപ്പോൾ ഇതേ പോർഷനിലിരിക്കും. ഇതുപോലെ ഈ ഷാർപ്പ് കോർണേഴ്സ് വരുന്നതൊക്കെ ഡിഫറൻഷ്യബിലിറ്റിയുടെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അവിടെ ഒന്നും നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അപ്പോൾ അതും ഒരു വഴിയാണ് കേട്ടോ. അപ്പം നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കിയാലും ജസ്റ്റ് വലിയ വാല്യൂസ് ഒന്നും നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അത് കിട്ടാവുന്നതേ ഉള്ളൂ. നോക്കി ഓപ്ഷൻസ് നോക്കാം. 0-1ൽ നിന്ന് 6ലോട്ട് ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല അല്ലേ? നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 1/3 ആൻഡ് 2/3 എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണ് അല്ലേ? ദെൻ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 1/2 ശരിയാണ്. നോട്ട് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം അല്ലേ? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇവിടെ സാധാരണ പോലെ തന്നെ
നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കി അല്ലേ. കണ്ടിന്യൂറ്റിക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമ്മൾ ജസ്റ്റ് ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ ഫംഗ്ഷനിൽ അല്ലേ. അപ്പോൾ ഇവിടെ 1/3 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 1/3 മൈനസ് 1/3 0 വരും അല്ലേ. അപ്പോൾ ഈ 0യുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ 1/3 കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട് അല്ലേ. ദെൻ പിന്നെ കണ്ടിന്യൂറ്റി പോകാൻ ചാൻസ് 1/2 അല്ലേ. 1/2 എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ് നമ്മുടെ 1/2 ഡെഫിനീഷനിൽ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് വരുന്നത്. ഇവിടെ 1/2 കൊടുക്കുമ്പോൾ 1/2 മൈനസ് 1/3 1/6 കിട്ടും. ഇവിടെ 1/2 കൊടുക്കുമ്പോൾ 2/3 മൈനസ് 1/2 അതും 1/6 കിട്ടും. സോ അത് മാച്ച് ആവുന്നുണ്ട്. സോ 1/2ലും പ്രശ്നം ഉണ്ടാവില്ല. ദെൻ 2/3 കൊടുക്കുമ്പോൾ ഇവിടെ 2/3 മൈനസ് 2/3 0 വരും. ഇവിടെ ബാക്കി 2/3യുടെ ബാക്കി പോർഷൻ ഇവിടെയാണ് റൈറ്റ് സൈഡ് കിടക്കുന്നത്. സോ ഇവിടെയും 0 വരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിലിറ്റിക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ എവിടെയാണ് ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം ഓപ്ഷൻസ് ആണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ്. ഓക്കെ, കുറേയധികം ഫോളോ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. കുറേയധികം റിസൾട്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ തിയറി പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലംസിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഈ കുറേയധികം കാര്യങ്ങളും ഫിഗറും കാര്യങ്ങളെല്ലാം നമ്മുടെ തിയറിയിൽ വരുന്ന പോർഷൻസ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഫിഗർ നോക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും f(x)ന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ നോക്കുക, ഷേപ്പിൽ കിട്ടുന്നുണ്ടോന്ന് കേട്ടോ. ഓക്കെ, അടുത്തത് കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് അനാലിസിസിലെ പ്രോബ്ലം നോക്കാം. എഫ് എന്ന് പറയുന്നത് എൻ്റയർ ഫംഗ്ഷൻ ആണ് അല്ലേ. എൻ്റയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ ഫുള്ളായിട്ട് അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതിൻ്റെ പ്രത്യേകത നന്നായിരിക്കുന്ന ഇതാണ്, ഇമേജ് ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ്റെ ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇമേജ് ഓഫ് എഫ് അല്ല, ഇമാജിനറി പാർട്ട് ഓഫ് എഫ് കേട്ടോ. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ ഇമാജിനറി പാർട്ട് പോസിറ്റീവായിട്ട് വരുന്നത് എവിടെയാണ്? ഇത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇമേജുകൾ എവിടെ കിടക്കും? 0യും കൂടി ഇൻക്ലൂഡിങ് ആണ്. സോ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇമേജുകൾ ഇത് ഇങ്ങനെ കിടക്കും അല്ലേ. ഈ പോർഷനിൽ, അതായത് അപ്പർ ഹാഫ് പ്ലെയിനിലായിരിക്കും നമുക്ക് എന്ത് കിടക്കുന്നത്? ഈ ഫംഗ്ഷൻ്റെ ഇമേജുകൾ കിടക്കുന്നത്. ഓക്കെ, ഇമാജിനറി പാർട്ട് ഓഫ് എഫ് പോസിറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള പോയിൻറ്റ്സ് ഒന്നും എവിടെ വരുന്നില്ല? നമ്മുടെ ഇമേജ് സെറ്റിലേക്ക് വരുന്നില്ല. കാരണം ഈ താഴെയുള്ള പോയിൻറ്റ്സിൻ്റെ ഇമാജിനറി പാർട്ട്, അതായത് കോംപ്ലക്സ് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ താഴെയുള്ള പോയിൻറ്റ്സ് ഒന്നും എവിടെ വരില്ല? നമ്മുടെ ഇമേജ് സെറ്റിൽ വരില്ല. ഈ ഇമേജ് സെറ്റിൽ വരാത്ത പോയിൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലാക്യുനറി പോയിൻറ്റ്സ് അല്ലേ. സോ നമുക്ക് ഇവിടെ ഈ താഴെയുള്ള, അതായത് ലോവർ ഹാഫ് പ്ലെയിനിലുള്ള പോയിൻറ്റ്സ് ഒന്നും നമുക്ക് ഇമേജുകളായിട്ട് വരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് പറ്റും? ഇതെല്ലാം, ഇവിടെയുള്ള പോയിൻറ്റ്സ് എല്ലാം ഈ ഫംഗ്ഷൻ്റെ ലാക്യുനറി പോയിൻറ്റ്സ് ആണ്. ഒരു ഫംഗ്ഷൻ എൻ്റയർ ഫംഗ്ഷനാണ്, അതിന് ഇൻഫിനിറ്റ് ലാക്യുനറി പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിക്കാർഡ്സ് തിയറം പറയുന്നത് എൻ്റയർ ഫംഗ്ഷൻ വിത്ത് ഇൻഫിനിറ്റ് ലാക്യുനറി പോയിൻറ്റ്സ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഫ് 0 ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കോൺസ്റ്റൻ്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എഫ് ഡാഷ് ഈസ് എ നോൺ സീറോ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? എഫ് എന്ന് പറയുന്നത് എത്തരത്തിലുള്ളൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എഫ് ഡാഷ് നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എഫ് കോൺസ്റ്റൻ്റ് ആണ്. എഫ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എന്തായിരിക്കും? 0 ആയിരിക്കും ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫംഗ്ഷൻ സിയിൽ നിന്ന് സിയിലോട്ടുള്ളൊരു അനലറ്റിക് ഫംഗ്ഷനാണ്. തന്നേക്കുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. Z(x+iy) ആണ്. യു എന്ന് പറയുന്നത് എഫിൻ്റെ റിയൽ പാർട്ടാണ്. വി എന്ന് പറയുന്നത് എഫിൻ്റെ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ. അങ്ങനെ ഇതൊക്കെ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ലാപ്ലേസ് ഇക്വേഷൻ മോഡലാണ് കിടക്കുന്നത് അല്ലേ. ലാപ്ലേസ് ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതാണ്. യുവിൻ്റെ ലാപ്ലേസ് ഇക്വേഷനായി കിടക്കുന്നത് (2u/(x2) + (2u/(y2) = 0) എന്ന് പറയുന്നത്. ഇവിടെ കിടക്കുന്നത് വിയുടെ ലാപ്ലേസ് ഇക്വേഷനാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്നത് (x, (y) (y, ആണ്. അതായത് യുവിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ആദ്യം എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈയും വൈ വിത്ത് റെസ്പെക്ട് ടു എക്സും എടുത്തേക്കുന്നു. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്ത് പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സും, വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം എടുത്ത് എക്സ് ആദ്യം എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ രണ്ടാമത് എടുത്തേക്കുന്നു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ അല്ലേ. ഇതിൻ്റെ മീനിങ് ഈ രണ്ടെണ്ണം ഈക്വൽ ആണെന്നാണ്.
ദെൻ ഇവിടെ എന്താണ്, ഈ രണ്ടെണ്ണം ഈക്വൽ അല്ല, അതിനൊരു നെഗറ്റീവ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് യു വയ്ക്കുന്ന പ്രത്യേകതയൊന്നുമില്ല, ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണെന്നേ ഉള്ളൂ. അനലറ്റിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എഫ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ് അനലറ്റിക് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സി ആർ ഇക്വേഷൻസിൻ്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല, കാരണം സി ആർ ഇക്വേഷൻസിലൊക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് വരുന്നുള്ളൂ അല്ലേ. പിന്നെ അറിയാവുന്നത് അനലറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും എന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. അതായത് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ അവർ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ യു എന്ന് പറയുന്നത് ലാപ്ലേസ് സാറ്റിസ്ഫൈ ചെയ്യും, വി എന്ന് പറയുന്നതും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആദ്യത്തെ രണ്ടെണ്ണം ശരിയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് യു എക്സ് വൈ ആയാലും യു വൈ എക്സ് ആയാലും സെയിം ആയിരിക്കും. ആദ്യം ഏത് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, രണ്ടും സെയിം ആയിരിക്കും. അതായത് ഈ ഓപ്ഷൻ എന്തായിരിക്കും, ശരിയായിരിക്കും. ഇതേ പ്രോപ്പർട്ടി തന്നെ വിക്കും ഉണ്ട്, അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കും. പക്ഷേ വിയുടെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, അത് രണ്ടും സെയിം ആയിട്ടല്ല, ഒരു നെഗറ്റീവ് ഡിഫറൻസ് എന്നാണ് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, തെറ്റായിരിക്കും. സോ ഓപ്ഷൻ 1, 2, 3 കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, ദെൻ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എഫ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റൻറ്റ് എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നോൺ കോൺസ്റ്റൻറ്റ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ലയോവിലിസ് തിയറം പറയുന്നത്, ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് അല്ലേ. അപ്പോൾ നോൺ കോൺസ്റ്റൻറ്റ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലയോവിലിസ് തിയറം ഓർക്കണം. അതനുസരിച്ചിട്ട് ഈ ഫംഗ്ഷൻ എന്താവില്ല, ബൗണ്ടഡ് ആവില്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഈസ് പോസിബിൾ ഫോർ ഈച്ച് ഓഫ് ഇസഡ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. റിയൽ പാർട്ട് ഓഫ് എഫും ഇമാജിനറി പാർട്ട് ഓഫ് എഫും സെയിം ആയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനൊരു കൗണ്ടർ എക്സാമ്പിൾ എടുക്കാം. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ അല്ലേ. അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ. ഇ റേസ് ടു ഐ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇനി എഴുതണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും എന്താണ്, സെയിം അല്ല. റിയൽ പാർട്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയും ഇമാജിനറി പാർട്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയും ആണ്. അപ്പോൾ എന്തായിരിക്കില്ല, അത് രണ്ടും സെയിം അല്ല. അപ്പോൾ ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റൻ്റ് ആണ്, എൻറ്റയർ ആണ്. പക്ഷെ ഫസ്റ്റ് പ്രോപ്പർട്ടി ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ആദ്യത്തെ പ്രോപ്പർട്ടി തെറ്റാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ ഫംഗ്ഷൻ ബൗണ്ടഡ് അല്ല, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ശരിയാവില്ല. ദെൻ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ 0 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലം അനുസരിച്ചിട്ട് നമ്മുടെ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ ഇമേജസ് ഒന്നുമില്ല അല്ലേ. അതായത് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് ബൗണ്ടഡ് എബോവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് ലാക്യുനറി പോയിന്റ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ പ്ലെയിനിൽ മേളിലുള്ള പോയിന്റ്സ് ഒന്നും ഇമേജ് ആയിട്ട് വരില്ല, അതായത് ഇതെല്ലാം ലാക്യുനറി പോയിന്റ്സ് ആണ്. സോ നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് എഫ് എന്താന്ന് പറയാം, കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ നോൺ കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ, അപ്പോൾ അതും തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താവണമെന്നില്ല, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കോംപ്ലക്സിൽ നോക്കാം. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/e⁻z−1 ആണ് അല്ലേ, ഫംഗ്ഷൻ ആണ്. അതിൻ്റെ സിംഗുലാരിറ്റീസിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നില്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ ന്യൂമറേറ്ററിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഡിനോമിനേറ്റർ ആണ് e⁻z−1 കിടക്കുന്നത്. അപ്പോൾ e⁻z ഈക്വൽ ടു 1 ആയാലാണ് ഇവിടെ പ്രശ്നം അല്ലേ. e⁻z ഈക്വൽ ടു 1 ആകുന്നത് ഏത് പോയിന്റ്സിലാണ്, z ഈക്വൽ ടു 2nπi n എലമെൻറ്റ് ഓഫ് ഇസഡ്, അതായത് 2πi 4πi അങ്ങനെയുള്ള പോയിന്റ്സിലാണ് e⁻zൻ്റെ വാല്യൂ എന്ത് വരുന്നത്, 1 വരുന്നത്. ഓക്കെ, അപ്പോൾ e⁻z ഈക്വൽ ടു 1 ആകുന്ന പോയിന്റ്സ് ഇതാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സിംഗുലർ പോയിന്റ്സ് അല്ലേ. ഇനി ഇത് എങ്ങനെയുള്ള സിംഗുലർ പോയിന്റ്സ് ആണ്, ഡിനോമിനേറ്ററിൻ്റെ 0 ആണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ 0 ആകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് ഇസഡിൻ്റെ പോളായിരിക്കും. ഇനി അതിൻ്റെ ഓർഡർ വേണോ അല്ലേ, പോളായിരിക്കുന്ന തീരുമാനമായി. ഇനി നമുക്ക് അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം എന്ന് അറിയണം. ഓർഡർ എന്താണെന്ന് അറിയാനായിട്ട് e⁻z−1ൻ്റെ 2nπi എന്ന് പറയുന്നതിൻ്റെ ഓർഡർ നോക്കണം. e⁻z−1 ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും, e⁻z വരും അല്ലേ. e⁻zൻ്റെ ഡെറിവേറ്റീവ് e⁻z തന്നെ വരും, 1ൻ്റെ ഡെറിവേറ്റീവ് 0 തരും. ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ z ഈക്വൽ ടു 2nπi കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, 0 ആവില്ല അല്ലേ, 1 ആവുള്ളൂ അല്ലേ. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ നോട്ട് ഈക്വൽ ടു 0 കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ ഓർഡർ എത്രയായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോൾ ഓഫ് ഓർഡർ 1 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്.
ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് മെറോമോർഫിക് ആയിരിക്കുന്ന, മെറോമോർഫിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫങ്ഷൻസ് വിത്ത് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത് പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പോൾ എന്ന് പറയുന്നത് മാത്രമേ സിംഗുലാരിറ്റീസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അത്രയുള്ള ഫംഗ്ഷൻസിനെയാണ് മെറോമോർഫിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിയാണ് അല്ലേ, മെറോമോർഫിക് ആണ്. സിംഗുലാരിറ്റീസ് ഓഫ് എഫ് ആർ പോൾസ്, ആദ്യത്തേന്ന് തന്നെയുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ് അതും വരുന്നത്. ഇൻഫിനിറ്റ്ലി മെനി പോൾസ് ഉണ്ട് അല്ലേ, കുറേയധികം പോൾസ് ഉണ്ട്. എൻ എലമെന്റ് ഓഫ് ഇസഡ് ആണ്, ഓൺ ഇമാജിനറി ആക്സിസും ആണ്, കാരണം 2n πi അല്ലേ, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഈച്ച് പോൾ ഓഫ് എഫ് ഈസ് സിമ്പിൾ. സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പോൾ ഓഫ് ഓർഡർ 1 ആണെന്നാണ്. ഓക്കെ, എല്ലാം 1 ആണ്. സോ സിമ്പിൾ പോൾസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് വന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും നമുക്ക് കുറേയധികം ഡെഫിനേഷൻസ് പോലെയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, നോക്കുക. ഓക്കെ, അടുത്തത് ODEയിൽ നിന്നുള്ള പ്രോബ്ലമാണ്. ODEയിൽ നിന്നൊക്കെ വരുന്ന പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടാനായിട്ട് എളുപ്പമുണ്ടാവും. ഇവിടെ ഫംഗ്ഷൻ നോക്കാം. y ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഓഫ് എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എഫ് ഈവൻ ഫംഗ്ഷനാണ്, വൈ ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും അറിയായിരിക്കും. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. വൈ ഓഡ് ഫംഗ്ഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഓഫ് എക്സ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും പ്രത്യേകത. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഏതാണ് സൊല്യൂഷൻ എന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓരോന്നും നോക്കും, തന്നിരിക്കുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആദ്യത്തെ നോക്കാം. മൈനസ് വൈ ഓഫ് മൈനസ് എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നല്ലേ, മൈനസ് വൈ ഓഫ് മൈനസ് എക്സ്. ഈ വൈ ഓഫ് മൈനസ് എക്സിനെ നമുക്ക് എന്തെഴുതാം, മൈനസ് വൈ ഓഫ് എക്സ് എന്ന് എഴുതാം. വേറൊരു മൈനസ് പുറത്തുണ്ട് അല്ലേ, അപ്പോൾ സോ മൈനസും മൈനസും കൂടി ചേർന്നിട്ട് എന്തായിക്കോളും, അതങ്ങ് പൊക്കോളും, പ്ലസ് ആയിക്കോളും. സോ മൈനസ് വൈ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ വൈ ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ തന്നെയാണ് തന്നേക്കുന്നത്. സോ അത് കറക്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തത് വൈ ഓഫ് മൈനസ് എക്സ് ഇസ് ഓൾസോ എ സൊല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. വൈ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഓഡ് ഫംഗ്ഷൻ ആണ്. സോ വൈ ഓഫ് മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് വൈ ഓഫ് എക്സ് എന്ന് എഴുതാം. നമ്മൾ ലെഫ്റ്റും റൈറ്റും ചെയ്ത് നോക്കാൻ പോവാണ്. ഡെറിവേറ്റീവ് എടുക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് വൈ ഡാഷ് ഓഫ് എക്സ് വരും. റൈറ്റ് സൈഡിൽ എഫ് ഓഫ് വൈ ഓഫ് എക്സിൽ ഇത് നമ്മൾ കൊടുക്കാൻ പോവാണ്, എഫ് ഓഫ് മൈനസ് വൈ ഓഫ് എക്സ്. നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. സോ എഫിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, എഫ് ഓഫ് വൈ ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് വൈ ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. സോ ഇത് രണ്ടും മാച്ച് ആവുന്നില്ലല്ലോ, LHSും RHSും മാച്ച് ആവുന്നില്ല. സോ സെക്കൻഡ് ഓപ്ഷൻ എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് എന്താണ്, വൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് മൈനസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ വൈ ഓഫ് മൈനസ് എക്സിന് മൈനസ് വൈ ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും, വൈ ഓഫ് എക്സ് ഇൻറ്റു മൈനസ് വൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ ഓഫ് എക്സ് വരും. LHS വൈ ഡാഷ് ഓഫ് എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. മൈനസ് വൈ സ്ക്വയർ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് അവിടെ ഇട്ടു 2 ടൈംസ് വൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ഓഫ് എക്സ്. RHS കൊടുത്തു നോക്കാം. മൈനസ് വൈ സ്ക്വയർ ഓഫ് എക്സ്, എഫ് ഓഫ് മൈനസ് വൈ സ്ക്വയർ ഓഫ് എക്സ്. മൈനസ് പ്രശ്നമില്ല, എഫ് ഈവൻ ഫംഗ്ഷൻ ആണ്. സോ എഫ് ഓഫ് വൈ സ്ക്വയർ ഓഫ് എക്സ് ആയി. ദെൻ എഫ് ഓഫ് വൈ സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, വൈ സ്ക്വയർ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 വൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും മാച്ച് ആവുന്നില്ലല്ലോ. അപ്പോൾ അതും തേർഡ് ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കി, മൈനസ് വൈ ഓഫ് എക്സ് എന്നാണ് അല്ലേ. മൈനസ് വൈ ഓഫ് എക്സ് തന്നെ നമ്മളിവിടെ സെക്കൻഡ് ഓപ്ഷൻ ചെയ്തേക്കുന്നത് അല്ലേ. വൈ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഓഫ് എക്സ് തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർത്ത് ഓപ്ഷൻ പ്രത്യേകിച്ച് നോക്കണ്ട, സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ഒരേപോലെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം നോക്കിയാൽ ഇച്ചിരി ലെങ്തി പ്രോബ്ലം ആണ്. dy by dx പ്ലസ് 2y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്, y ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് 1 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 1 0 ആണ്. y ഓഫ് 3/2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നല്ലേ. y ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 പോയിന്റ് ആണ് അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 1 പോയിന്റ് ആണെങ്കിലും നമ്മൾ രണ്ട് കേസിലും ചെയ്ത് നോക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഓരോ കോൺസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ തന്നേക്കുന്നത് y ഓഫ് 0 ഈക്വൽ ടു 0 എന്നാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലുള്ള വേണം ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് അതനുസരിച്ച് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ചെയ്ത് നോക്കാം. അപ്പോൾ dy by dx പ്ലസ് 2y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൽ ഈ കണ്ടീഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും, റൈറ്റ് സൈഡ് 1 വരും. നമുക്കൊന്ന് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. 1 dy by dx ഈക്വൽ ടു 1 മൈനസ് 2y കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും, dy
ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈക്വൽ ഇട്ട് എഴുതിയിരിക്കുന്നത്. ഡി വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2y എന്ന് പറയുന്നത് ഡി എക്സ് വരും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ ദെൻ ജസ്റ്റ് എന്തെടുക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡി വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2y എന്ന് പറഞ്ഞാൽ എന്ത് വരും, ലോഗ് 1 മൈനസ് 2y വരും അല്ലേ. ലോഗ് 1 മൈനസ് 2y ഡിവൈഡഡ് ബൈ -2 വരും. ഡി എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, ദെൻ ഇപ്പോൾ 1 മൈനസ് 2y എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. ഈ ഒരു സ്റ്റെപ്പ് ലോഗ് 1 മൈനസ് 2y ഈക്വൽ ടു -2x മൈനസ് 2c എന്ന് എഴുതാം. എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ 1 മൈനസ് 2y ഈയും ലോഗും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 മൈനസ് 2y വരും. ഇവിടെ e⁻⁻² വരും. ഇൻറ്റു ഒരു e⁻²c ഒക്കെ വരും. അതിനെ നമുക്ക് മൊത്തത്തിലൊരു കോൺസ്റ്റൻറ്റ് c1 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി y ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ അവിടെ കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയും 0 ആയി പോകുമെന്ന് പറഞ്ഞേക്കുന്നത്. അത് കൊടുക്കുമ്പോൾ e⁻0 ഇവിടെ 1 ആവും. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഈ പോർഷൻ പോകും. ബാക്കി ഇവിടെ c1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. c1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ y ഈക്വൽ ടു ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മൈനസ് e⁻²x ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് c1ന് 1 കൊടുത്തിട്ട് y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് എഴുതി. അപ്പോൾ നമ്മുടെ y കിട്ടിയല്ലേ. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമുക്ക് അത്യാവശ്യമുള്ളത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ലെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ 0 ആണ് റൈറ്റ് സൈഡ് വരേണ്ടത് അല്ലേ, ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് dy/dx പ്ലസ് 2y ഈക്വൽ ടു 0 കൊടുക്കാം അല്ലേ. dy/dx പ്ലസ് 2y ഈക്വൽ ടു 0നെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ജസ്റ്റ് വേരിയബിൾ സെപ്പറബിളിലേക്ക് ആക്കിയാൽ മതി അല്ലേ. ഈ ഒരു ഇതിനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, dy/dx ഈക്വൽ ടു -2y എന്നാവും. അതായത് dy ഡിവൈഡഡ് ബൈ y ഈസ് ഈക്വൽ ടു -2dx എന്നാവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ലോഗ് y ഈസ് ഈക്വൽ ടു -2x പ്ലസ് c ആവും. ജസ്റ്റ് സെയിം പോലെ തന്നെ എന്തെടുക്കുക, എക്സ്പൊണൻഷ്യൽ അപ്ലൈ ചെയ്യുക. എക്സ്പൊണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ലോഗ് y ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് y ആയി, ഇവിടെ e⁻²x ആയി, ഇവിടെ ഒരു e⁻c വരുമായിരുന്നു. അതിന് നമ്മൾ c2 എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് yക്ക് പകരം ഏത് കൊടുക്കുക, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന വാല്യൂ കൊടുക്കുക. 1 മൈനസ് e⁻²x ബൈ 2 ഈക്വൽ ടു c2e⁻²x കൊടുക്കുക. ദെൻ അറ്റ് x ഈക്വൽ ടു 1, കാരണം x ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എന്ത് ഇടയ്ക്കുള്ള പോയിന്റ് അല്ലേ. ഇവിടെ 1ൻ്റെ ലെഫ്റ്റ് സൈഡും ഈക്വൽ ടു തന്നിരിക്കുന്നത്, 1ൻ്റെ എന്താണ് റൈറ്റ് സൈഡാണ് തന്നിരിക്കുന്നത് അല്ലേ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ ഭാഗത്ത് എന്തായിരിക്കണം, അത് മാച്ച് ആവണം അല്ലേ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് മീൻസ് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് എന്നല്ല, നമ്മുടെ y കണ്ടിന്യൂസ് കേട്ടോ. സോ y കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ 1ൽ ഈ രണ്ട് വാല്യൂസും സെയിം ആയിട്ട് കിട്ടണം. സോ നമ്മളത് ഇക്വേറ്റ് ചെയ്തു. 1ൽ സെയിം ആയതുകൊണ്ട് y എന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മുടെ 1ൽ നമ്മളത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് c2 കണ്ടുപിടിച്ചു. c2 കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് c2ൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. c2 എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടുന്നത് e² - 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് e⁻1 വരും, e⁻2 വരും, ബൈ 2 വരും, ഇവിടെ e⁻2 വരും. സോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ e² - 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇവിടെ ഒന്ന് എക്സിന് 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരിക, 1 മൈനസ് e⁻2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു c2 ഇൻറ്റു e⁻2 എന്ന് വരും. ആ e⁻2 ഞാനിവിടെ താഴേക്ക് കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്യാം, മൊത്തത്തിലൊരു e² കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ e⁻2 കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 ബൈ e⁻2, അപ്പോൾ ഇവിടെ e² വരും, ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് 1 വരും. അപ്പോൾ e² - 1 ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി നമ്മളത് y-ലെ c2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, നമുക്കത് ഇതായിട്ട് കിട്ടും. e² - 1 ബൈ 2 ഈക്വൽ ടു e⁻2x എന്ന് കിട്ടും. ഇനി നമ്മുടെ y ഓഫ് 3/2 അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് yക്ക് അവിടെ 3/2 കൊടുക്കാം. y ഓഫ് 3/2 കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സിന് പകരം 3/2 കൊടുക്കുമ്പോൾ e² - 1 ബൈ 2, c2ൻ്റെ വാല്യൂ അങ്ങനെയുണ്ട്. ദെൻ e⁻2 ഇൻറ്റു 3/2 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റും കട്ട് ചെയ്തിട്ട് എന്ത് വരും, -3 വരും. ഓക്കെ, അപ്പോൾ e⁻3നെ ഒന്നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണത്. നമ്മുടെ e⁻1 ഇൻറ്റു e⁻1 ഡിവൈഡഡ് ബൈ e² എന്നാക്കി അതിനെ. ദെൻ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് sin h ഓഫ് 1 ബൈ e². e⁻x എന്താണ് sin h ഓഫ് x, e⁻x മൈനസ് e⁻x ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് sin h ഓഫ് x ആണ്. അതാണ് ഇവിടെ sin h ഓഫ് 1 ഡിവൈഡഡ് ബൈ e² എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്.
ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോബ്ലം നോക്കാം. സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഇതാണ്. ആദ്യമേ തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ദെൻ അത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് എന്തെങ്കിലും കിട്ടും. അതും ആ കിട്ടിയേക്കുന്ന റിസൾട്ടും നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷനുമായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം എന്താ സ്റ്റെപ്പ് എന്ന്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ തന്നേക്കുന്നത്. എക്സ് വൈ ഡാഷ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, ദെൻ അതിനപ്പുറത്തേക്ക് എടുത്തു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇത് തന്നേക്കുന്നതിനെയാണ് ഈ 1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. ഇവിടെ വൈ ഡാഷ് ഒന്നുമില്ല അല്ലേ. സോ എന്ന് പറയുന്നത് വൈ ഡാഷിന് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് 0 ആയിരിക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2 ടൈംസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ, ദെൻ വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിന് ഇത് സോൾവ് ചെയ്യുകയാണ് നമ്മൾ. ദെൻ ഈക്വൽ ടു ഇതിനെ ഒന്നില്ലെങ്കിൽ എക്സ് 0 അല്ലെങ്കിൽ എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 അല്ലേ. എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ 0 ആയി പോകും, വൈ മാത്രമേ ഉള്ളൂ. സോ വൈ ഈക്വൽ ടു 0 വരും. ദെൻ എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 കൊടുത്താലോ ഈ പോർഷൻ 0 ആയി പോകും, ബാക്കി ഇത് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ വൈ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും. സോ നമ്മുടെ 4th വൺ ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സിംഗുലാർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഓർത്തിരിക്കുക കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് ഡെറിവേറ്റീവ് 0 എടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനും യൂസ് ചെയ്യുക. ആ രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിയറി പാർട്ട് ഉണ്ട് കുറച്ച്, എന്നാലും അത്രയാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. സോ നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you.